നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കലശങ്ങളൊക്കെ ഇനിയും വരുവച്ചാ. എത്രയോ കലശങ്ങള് ഇനി എവിടെയല്ലേ ഇരിക്കാൻ പോകുന്നു. ആ പിന്നെ എന്റെ ബന്ധുക്കളെ കാണുമ്പോ ഇവിടെ ചിലര് ഞെട്ടും. ആ ഞെട്ടല് കണ്ട് മണ്ഡപത്തിലിരുന്ന് ശരത്ത് ചിരിക്കും. തൽക്കാലം ഇത്രേ അറിഞ്ഞാ മതി. ബാക്കി ഞാൻ ഓരോന്നായിട്ട് പറയാം. അതല്ലേ അതിന്റെ ഒരു രസം. അച്ഛൻ ഈ 2 കാതുകളും 2 കണ്ണുകളും തുറന്നു വെച്ച് എന്നിരിക്കും. കേൾക്കാനും കാണാനും ഒരുപാടുണ്ട്. ശരത്തിന്റെ ഇപ്പോഴത്തെ സംസാരവും പെരുമാറ്റവും ഒക്കെ കണ്ടിട്ട് അവൻ പറയുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയോ കഴമ്പുണ്ടെന്ന് എനിക്കങ്ങ് തോന്നിപ്പോവാ. എന്റെ പാർവതി, ഈ മാജിക്കാരൻ തൊപ്പിക്കകത്തുനിന്ന് മുയലിനെ എടുക്കുന്ന കണ്ടിട്ടില്ലേ? അത് കാണുമ്പോ കാഴ്ചക്കാർക്ക് തോന്നും മുയല് തൊപ്പിക്കകത്തുനിന്നാ വന്നേന്ന്. അതാണ് മാജിക്കിന്റെ കൈയടക്കം. ഈ ശരത്തിന്റെ പറച്ചിലും അങ്ങനെ കണ്ടാ മതി. മനോഹരൻ, നീ എന്താ മാജിക്കിനെ കുറിച്ച് പറഞ്ഞേ? എന്റെ പൊന്നു, ഞാൻ ചിറ്റപ്പനെ പറ്റി അല്ല പറഞ്ഞത്. ഈ മാജിക്കാരൻ തൊപ്പിന്ന് മുയലിനെ എടുക്കുമെന്നാ പറഞ്ഞേ. ചിറ്റപ്പൻ അതുപോലെ വായുന്ന് ഭസ്മോ ആപ്പിളോ വല്ലതും എടുക്കാറുണ്ടോ? എടുക്കും, പക്ഷേ അതിനൊരു മൂഡ് വേണം. അയ്യോ, ആപ്പിളിന് വില കുറയുമ്പോ ആയിരിക്കും. 5 കിലോ 100 രൂപ. ആഹാ, ക്യാപ്റ്റൻ കളം വിട്ടതോടെ വിഷജന്തുക്കൾ ഓരോന്നായി പതുക്കെ മാളത്തിൽ നിന്ന് എഴഞ്ഞിറങ്ങി തുടങ്ങിയല്ലോ. പെറ്റതള്ളയാണോടാ മനോഹര നീ വിഷജന്തു എന്ന് വിളിക്കുന്നേ? ഗുരുത്വമില്ലാത്തവൻ അങ്ങനെയൊക്കെ പറയും.